ഹായ്, എല്ലാവർക്കും ഗ്രേസ് ഓഫ് ഗോഡ് മെലഡീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ 39ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പാട്ടാണ് പഠിക്കാൻ പോകുന്നത്. അത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ, തൃശ്ശൂരുള്ള ഒരു സബ്സ്ക്രൈബറുടെ അഭ്യർത്ഥന പ്രകാരമാണ് നമ്മൾ ഇന്ന് ഈ പാട്ട് പഠിക്കുന്നത്. ഈ പാട്ട് ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിർത്താം ഞാൻ, അരികിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. പഴയ പാട്ടാണ്, ദാസേട്ടൻ പാടിയ പാട്ടാണ്. ആ പാട്ടിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പം ഒരു പുഷ്പം മാത്രമേ, ആ പാട്ടിൻ്റെ ഫുൾ ട്യൂട്ടോറിയലാണ് നമ്മൾ നോക്കുക. കാരണം ഇതിനധികം നൊട്ടേഷൻസ് ഇല്ല, നോട്ടുകൾ വളരെ കുറവാണ്. ശ്രദ്ധിച്ച് വായിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഈ പാട്ടിൻ്റെ പ്രത്യേകത. അപ്പം നമുക്ക് ആ നൊട്ടേഷൻ നോക്കാം. അപ്പം ആദ്യത്തെ ഭാഗം, ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. വീണ്ടും അതേ സെയിം ഇത് തന്നെയാണ് അടുത്ത പല്ലവി ഭാഗം മുഴുവനും വായിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഭാഗം നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യമേ ട്യൂൺ വായിച്ച് കേൾപ്പിക്കാം. ഇത്രേ ഉള്ളൂ പല്ലവി ഫുള്ള്. അത് ആവർത്തിച്ച് വായിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ നോട്ട് നമുക്ക് നോക്കാം. ഡിസ്പ്ലേയിൽ നോട്ട് ഉണ്ടാവും, ശ്രദ്ധിച്ച് വായിക്കുക. അപ്പം ഒരു പുഷ്പം എന്ന് പറയുന്ന ഭാഗം, ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ലാ 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 ലാ, ആ ഒരു ട്യൂണാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യത്തെ ഭാഗം. ഡി ജി ജി, ഡി ജി ജി, ഡി ഡി ജി ജി. അപ്പം അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഡി എഫ് ഇ ഡി, ഡി ജി ജി, ഡി എഫ് ഇ ഡി, ഡി ജി ജി, ഡി എഫ് ഇ ഡി. അടുത്ത ഭാഗം, അടുത്ത നോട്ട് എന്ന് പറയുന്നത് ഡി ഇ ഡി സി, ഡി ഇ ഡി സി, ഡി ഇ ഡി സി, ഡി ഇ ഡി സി. ഓക്കെ, ഡി ഇ ഡി സി. അടുത്തത് അടുത്തത് സി ഡി സി ബി, സി ഡി സി ബി, സി ഡി സി ബി. അപ്പം അത്ര ഭാഗം ഒന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ നോട്ട് ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം. ആദ്യം തൊട്ട് ഡി ജി ജി, ഡി എഫ് ഇ ഡി, അടുത്തത് ഡി ഇ ഡി സി, അടുത്തത് സി ഡി സി ബി. വളരെ എളുപ്പമാണ്. അപ്പം നമ്മൾ ഇനി അടുത്ത ലാസ്റ്റ് ഭാഗം, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. അപ്പം അതിൻ്റെ നോട്ടെന്ന് പറഞ്ഞാൽ അപ്പം ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. അപ്പം അതിൻ്റെ നോട്ടെന്ന് പറയുന്നത് ബി ബി സി ഡി സി, ബി സി ഡി സി, ബി സി ഡി സി. ബി സി ഡി സി, ബി സി ഡി സി, ബി സി ഡി സി. എ ഷാർപ്പ് എ ജി, എ ഷാർപ്പ് എ ജി, എ ഷാർപ്പ് എ ജി, എ ഷാർപ്പ് എ ജി. ജി സി ബി സി, ജി സി ബി സി, ജി സി ബി സി, ജി സി ബി സി. ഓക്കെ, ലാസ്റ്റ് ഭാഗം ഒന്നുകൂടെ പറഞ്ഞു തരാം. ബി സി ഡി സി, ബി സി ഡി സി, എ ഷാർപ്പ് എ ജി, ജി സി ബി സി. ഇത്രേ ഉള്ളൂ പല്ലവി ഭാഗം. അതിൻ്റെ ഡിസ്പ്ലേ നോട്ട് കറക്റ്റായിട്ട് എഴുതി വരുന്നുണ്ട്, നിങ്ങൾ അതെടുത്ത് വായിക്കുക. അപ്പം അത്ര ഭാഗം ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, ഇതാണ് പല്ലവി. ഈ പല്ലവി നമ്മളിങ്ങനെ
ആവർത്തിച്ച് വായിക്കുന്നേ ഉള്ളൂ. നിങ്ങൾ ആ പാട്ട് ശ്രദ്ധിച്ചറിയാം, ഇത് സെയിം നോട്ടുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ആ ഒരു പ്രയോഗത്തിലുള്ള ഒരു വ്യത്യാസമുള്ളൂ. അപ്പോൾ വലിച്ചും കുറുക്കിയൊക്കെ പാടുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഈ നോട്ടുകളെ ചെയ്ത് പഠിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ അനുപല്ലവിയും കൂടെ നമുക്ക് നോക്കാം. അനുപല്ലവിയിലും കുറച്ച് നോട്ടുകൾ മാത്രമേ ഉള്ളൂ. അപ്പം ആദ്യം ഞാൻ ആ അനുപല്ലവി ഒന്ന് വായിക്കാം. അപ്പം അതിൻ്റെ നോട്ട് നമുക്ക് നോക്കാം. ആദ്യത്തെ ഭാഗം അതായത് എഫ് ജി 3 ബി 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 3 പ്രാവശ്യം ബി. എഫ് ജി 3 പ്രാവശ്യം ബി. സി 5 പ്രാവശ്യം സി. ഓക്കെ. എഫ് ജി 3 ബി 5 സി. ഓക്കെ. ഓക്കെ, ആദ്യത്തെ ഭാഗം അതാണ്. അത് കഴിഞ്ഞിട്ട് അതിന് ചേർന്ന് തന്നെ നീ 4 പ്രാവശ്യം സി. ബി 4 പ്രാവശ്യം സി. എൻ്റെ കർണാട്ടിക് നോട്ട്സ് കൂടെ ഇടയ്ക്ക് കയറി വരുന്നുണ്ട്, ഞാൻ അത് പിന്നീട് പറഞ്ഞു തരാം. ബി 4 സി, പിന്നെ ബി 4 സി, എ ഷാർപ്പ് ബി സി, വീണ്ടും ബി സി എ ഷാർപ്പ് എ, ബി സി എ ഷാർപ്പ് എ, ബി സി എ ഷാർപ്പ് എ. ഒന്നും കൂടെ ഞാൻ ഇത് അത്ര നോട്ട് ഒന്നും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞു തരാം, ശ്രദ്ധിച്ചിരിക്കുക. എഫ് എഫ് ജി എഫ് ജി, ബി ബി ബി, സി 5 പ്രാവശ്യം സി, സി 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 5 പ്രാവശ്യം സി. പിന്നെ അടുത്തത് ബി സി 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 സി, ബി 4 പ്രാവശ്യം സി 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 സി. അടുത്തത് ബി സി എ ഷാർപ്പ് എ. ഓക്കെ, ബി സി എ ഷാർപ്പ് എ. അടുത്തത് എ ഷാർപ്പ് 4 പ്രാവശ്യം, എ ഷാർപ്പ് 4 പ്രാവശ്യം എ ജി. അത് കഴിഞ്ഞ് എ ജി, എ ഷാർപ്പ് 4 പ്രാവശ്യം എ ജി, എ ഷാർപ്പ് എ ജി. ഓക്കെ, ലാസ്റ്റ് ഭാഗം എഫ് ജി എ ഷാർപ്പ് എ ജി, എഫ് ജി എ ഷാർപ്പ് എ ജി. ഒന്നുകൂടെ പറഞ്ഞുതരാം, എഫ് ജി എ ഷാർപ്പ് എ ജി. ലാസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞുതരാം, എ ഷാർപ്പും 4 പ്രാവശ്യം എ ജി. അടുത്ത് എഫ് ജി എ ഷാർപ്പ് എഫ് ജി എ ഷാർപ്പ് എ ജി. ഓക്കെ, ഇത്രേ ഉള്ളൂ അനുപല്ലവി. അനുപല്ലവിയുടെ നോട്ട് ഇത് തന്നെ സെയിം, പിന്നെ ആവർത്തിക്കുന്നു, ഒരു പ്രാവശ്യം കൂടി ഇത് ആവർത്തിക്കുന്നു. പിന്നെ നമ്മൾ പല്ലവിയിൽ പഠിച്ച അതേ നോട്ട് തന്നെയാണ് വീണ്ടും, ഞാൻ ആവർത്തിച്ച് എഴുതുന്നില്ല, ആ പല്ലവി നോട്ട് തന്നെയാണ് വീണ്ടും നമ്മൾ അവസാനം വായിക്കുന്നത്. ഒരു ഭാഗം നിർത്തുന്നു, അത് കഴിഞ്ഞിട്ട് അത് പിന്നെ ആവർത്തിച്ച് അങ്ങനെ പോകുന്നതേ ഉള്ളൂ. അപ്പം ഇത് നിങ്ങൾ ആ പാട്ട് ആദ്യമേ ശ്രദ്ധിച്ച് കേട്ടിട്ട് ആ ഭാഗം മുഴുവനായിട്ടും വായിച്ചു പഠിക്കുക. അപ്പം ആദ്യം മുതൽ ഞാൻ ഇതൊന്ന് പറഞ്ഞു തരാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ആദ്യമത്തെ പല്ലവി ഭാഗം എന്ന് പറയുന്നത് അതൊന്നും കൂടെ
ഇത്ര ഉള്ളൂ പല്ലവി ഭാഗം. ഇനി അടുത്ത അനുപല്ലവി. ഒന്നും കൂടെ. ഇനി ലാസ്റ്റ് ഭാഗം. സ്വപ്നങ്ങൾ പങ്കിട അങ്ങനെയുള്ള ആ ഭാഗമാണ്. പിന്നെ വീണ്ടും നോട്ട് വളരെ എളുപ്പമാണ്, നോട്ടുകൾ വളരെ കുറവാണ്. പക്ഷേ അതിൻ്റെ ആ ഒരു ഒടിവും തിരിവും ആ ഒരു പതുങ്ങി വായിക്കുന്നതും ഉച്ചത്തിൽ വായിക്കുന്നതും സ്പീഡിൽ വായിക്കുന്നതുമായിട്ടുള്ള വ്യത്യാസം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ച് പഠിക്കുക. നോട്ട് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പാട്ടിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് കമൻറ്റിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ എത്തുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വലിയ സപ്പോർട്ടായിട്ടുള്ള ലൈക്കുകൾ നൽകി നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് ബാക്കിയുള്ളവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്കും അത് കണ്ട് പഠിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. പിന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം. താങ്ക് യു.